പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരഥിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പ്രിയരെ, ഭാഗവതാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായി കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളും. ഞാൻ മധുസൂദന വാര്യർ. ഇതിനു മുമ്പേ പറഞ്ഞ ഭാഗം കപിലോപദേശത്തിൻ്റെ 2 ഭാഗങ്ങളാണ് പറഞ്ഞത്, തീർത്തു. ഈ 3ാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കുറേ ഭാഗങ്ങൾ വേണ്ടി വരും. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം വിരാട് പുരുഷൻ എന്ന് പറയുന്നതായിട്ട് പ്രപഞ്ചാകാരേണയുള്ള പുരുഷൻ എപ്രകാരമാണ് ആദ്യ കാലഘട്ടത്തിൽ സൃഷ്ടമായത്. ഇതൊക്കെ ദ്വിതീയ സ്കന്ധത്തിലും പറഞ്ഞ കാര്യങ്ങളാണ്. വളരെ വിസ്തരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതേത് സംഗതിയിൽ നിന്ന് ഏതേത് ഉണ്ടായി. പല ആഖ്യാനങ്ങൾ കൂടിയിട്ട് അത് ആവർത്തിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടാവാം. ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളൊക്കെ ആവർത്തിച്ചാലേ ഉറയ്ക്കുള്ളൂ. മാഷന്മാരൊക്കെ ചിലപ്പോൾ തലേ ദിവസം പറഞ്ഞത് അന്ന് പറയും, പിറ്റേ ദിവസം അത് തന്നെ പറയും, പിറ്റേ ദിവസം അത് തന്നെ പറയും, ഇല്ലേ? അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ നമുക്കത് മനസ്സിലാണ്ട് ഉറക്കുകയാണ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിൽ നിൽക്കില്ല. എന്തായാലും ഇവിടെ അതിൻ്റെ വിസ്തരിച്ചിട്ട് പ്രതിപാദിക്കണില്ല. നമുക്ക് സമയവും കുറവാണ്. പറഞ്ഞത് തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചുരുക്കിയിട്ട് മാത്രം ഒന്ന് പറഞ്ഞു പോവുക. ഭക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഭക്തി കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സുഖദുഃഖങ്ങൾ ബാധിക്കാത്ത ഒരു മനസ്സ് ഉണ്ടാക്കണം. സുഖവും ബാധിക്കരുത്, ദുഃഖവും ബാധിക്കരുത്. അതാണല്ലോ പറഞ്ഞത്. പിന്നെ ഭക്തിയാകുന്ന മതിൽ കെട്ടിയിട്ട് ഇതിനെ രണ്ടിനെയും ചെറുക്കുക എന്ന് പറഞ്ഞു. ഭക്തി എങ്ങനെ ഉണ്ടാവും? ഭക്തിയുള്ളവരുടെ അടുത്ത് പോവുക. അപ്പോൾ ആ ഭക്തി നമുക്കുണ്ടാവാൻ അവർ സഹായിക്കും. അതിനവർക്ക് വലിയ ഇഷ്ടമാണ് അത് കൊടുക്കാൻ. ഭക്തിദാനം കൊടുക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മൾ സ്വീകരിക്കുക മാത്രമേ വേണ്ടൂ. ഭക്തന്മാരുടെ കൂടെ പോയി ഭക്തി ഉണ്ടാക്കുക. സുഖത്തിനെയും ദുഃഖത്തിനെയും മനസ്സിൽ നിന്ന് അകറ്റി നിർവൃതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു. വളരെ പോയിൻ്റ് ആയതുകൊണ്ട് ആവർത്തിക്കണത്, ഇപ്പോൾ പറഞ്ഞ പോലെ ആവർത്തിക്കണത് അതുകൊണ്ടാണ്. ആ നിർവൃതി എന്ന ഭാവത്തിൽ ഈശ്വരനെ സ്മരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേക അവസ്ഥയ്ക്കാണ് നിർവൃതി എന്ന് പറയുക. അത് സുഖമല്ല, ദുഃഖവുമല്ല. കാരണം സുഖത്തിൽ ഞാനുണ്ട്, നിർവൃതിയിൽ ഞാൻ എന്ന ഭാവം ഇല്ല. അത് അലിഞ്ഞിട്ടാണ് അനുഭവം ഉണ്ടാവുന്നത്. അത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഈ കപിലവാസ്തവൻ പറയണം, അമ്മേ, ഈ ഭക്തിക്ക് ജ്ഞാനത്തിൻ്റേതായിട്ടുള്ള ഒരു അടിസ്ഥാനം നല്ലതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഭക്തി ഇല്ലാത്ത ജ്ഞാനവും ജ്ഞാനം ഇല്ലാത്ത ഭക്തി അപൂർണ്ണമാണ്. വെറും ഭക്തിയായ അതിനൊരു ഉറപ്പ് കിട്ടില്ല. പലരും പറയണത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരും. ജ്ഞാനം മാത്രമായ ഭക്തി ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവും. എനിക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, അപ്പോൾ അതിന് ഭക്തിയും വേണം. ജ്ഞാനത്തിൻ്റെ അഹങ്കാരം കളയാൻ ഭക്തി, ഭക്തിയുടെ പോരായ്മ കളയാൻ ജ്ഞാനം. അതിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനം. അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ, ഈ 14 ലോകങ്ങളും അടങ്ങിയ വലിയ ഒരു ലോക സമുച്ചയം എന്ന് പറയാം. 14 ലോകങ്ങളാണല്ലോ. 3 ആക്കിയിട്ടും പറയും, 14 ആക്കിയിട്ടും പറയും. ആ 14 ചിലത് ചേർക്കുമ്പോഴാണ് 3 ലോകമാവുക. നാഭി ഒരു ലോകം, താഴത്തേക്കുള്ള 7 മുഖത്തേക്കുള്ള 7 അങ്ങനെ 3 ലോകമാക്കിയിട്ടും പറയും. വേർതിരിച്ച് പറയുമ്പോൾ 14 ആക്കിയിട്ടും പറയും. ഇത് ഭഗവാൻ പറയണം, ഭഗവാന്റെ സ്ഥൂലമായ ശരീരമാണ്. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ളതായ ഈ വിരാട് പുരുഷൻ എന്നാണ് അതിനെ പറയുക. 14 ലോകങ്ങളും അടങ്ങിയിട്ടുള്ളതായ ഈ ലോകത്തിന് ലോകാകാരേണയുള്ള പുരുഷനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുക. അപ്പം ആ വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തിയാണ് വർണ്ണിക്കുന്നത്. വളരെ കാലം മുമ്പ് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തൊരു കാലം. അപ്പം നിറയെ വെള്ളമായിരുന്നു, സർവ്വദിക്കിലും ജലമുണ്ടായിരുന്നു. ആ ജലം അങ്ങനെ കിടക്കുന്നതായിട്ട് സമയത്താണ് അന്ധക്കരണത്തിൻ്റെ 4 ഭാഗങ്ങൾ ഉണ്ടായത്. അതെന്താണെന്ന് ചോദിച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതുണ്ടായി, മഹത്വത്വം ഉണ്ടായി, അന്ന് അഹങ്കാരം ഉണ്ടായി.
അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു: സാത്വികൻ, രാജസം, താമസം. ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ സാത്വികത്തിൽ നിന്ന് മനസ്സും അന്ധക്കരണ ഭാവങ്ങളും ഉണ്ടായി, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി, താമസത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ഒന്നും കൂടി പറയാം. സാത്വികത്തിൽ നിന്ന് മനസ്സും അന്ധക്കരണവും ഉണ്ടായി, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ 10 ഇന്ദ്രിയങ്ങളുണ്ടായി, അതേപോലെ തന്നെ താമസത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി ഇവയും ഉണ്ടായി. ഇനി അതിലത്തെ ഓരോന്നിനെ പറ്റി പറയണം. എന്താണ് അഹങ്കാരം? മഹത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉണ്ടാവുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലുണ്ടായത് അഹങ്കാരമാണ് ആദ്യം. മഹത്വത്വം കഴിഞ്ഞാൽ പിന്നത്തെ അഹങ്കാരമാണ്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന സ്ഫുരണം ചിത്തത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ചിത്തം എന്ന് പറയുക. അതിൽ ഞാൻ എന്ന് വരുമ്പോൾ അഹങ്കാരമായി. അത് ചില ചിന്തകളിലേക്ക് പോകുമ്പോൾ മനസ്സായി. അങ്ങനെ അതിൻ്റെ വേറൊരു ഭാഗമായിട്ടാണ് ബുദ്ധി. ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബുദ്ധി. ഈ 4 എണ്ണത്തിനെ അന്ധക്കരണം എന്ന് പറയും. 4 എണ്ണത്തിനെ അന്ധക്കരണം. ഇതാണ് സൃഷ്ടിയിൽ ആദ്യം വിരാട് പുരുഷൻ ഉണ്ടായത് എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. യാതൊരു ചിന്തയും ഇല്ലാത്ത നിശ്ചലമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ഇളകണേ ഇല്ല. അല്ലെങ്കിൽ കുളത്തിൽ വെള്ളം യാതൊരു കാറ്റോ ഇളക്കോ ഇല്ലാതെ നിൽക്കുക. അത് ചിത്തത്തിന് സമാനമാണ്. കാറ്റടിച്ചാലോ കുറേശ്ശെ ഓളങ്ങൾ വരും ഇല്ലേ? അതാണ് അത്രയും മനസ്സ്. നിശ്ചലമായിട്ടുള്ള മനസ്സ് വിഷയത്തിലേക്ക്, ഏതെങ്കിലും ഒരു വിഷയവാസന അതിൽ വരുമ്പോൾ പോകണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം തോന്നുമ്പോൾ അത് മനസ്സായി, ഇളകി. മനസ്സിലായല്ലോ? ആ ഇളകുന്നതിൽ ഞാൻ എന്ന് തോന്നിയാൽ അഹങ്കാരമായി. മനസ്സിലായി? അപ്പോൾ ഒരു ഡാൻസ് നമ്മൾ കാണുന്നു, ഉദാഹരണം പറയുകയാണ്, ഡാൻസ് നമ്മൾ കാണുന്നു. സുഖമായിട്ട് ഭരതനാട്യം നല്ല ഇഷ്ടമുള്ള ഡാൻസ് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക്, ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് ഈ ചാട്ടവും കളി എന്തിനപ്പോൾ ഇതിങ്ങനെ മെനക്കെടണമെന്നൊക്കെ തോന്നും. ഇഷ്ടമുള്ളവർക്ക് അയ്യേ എന്താ ഡാൻസ് അറിയാം, കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ എന്ന് പറയില്ലേ? ഇഷ്ടമുള്ളവരത് സുഖമായിട്ട് ആസ്വദിക്കുന്നു. കാണുമ്പോൾ അവരുടെ മനസ്സിലെന്താണ്? സന്തോഷം, നിർവൃതി, അങ്ങനെയൊക്കെ വരും. ചില ഒരു ഡാൻസാണ് പെർഫോമൻസ് എങ്കിൽ കണ്ട കൈയടിക്കും നമ്മൾ. അപ്പം അവിടെ നമുക്ക് മനസ്സാണ് ഉള്ളത്. ആ മനസ്സുകൊണ്ടാണ് ആസ്വദിക്കുന്നത്. സന്തോഷമാണ് അപ്പോഴത്തെ വികാരം അല്ലേ? നേരെ മറിച്ച് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയിലൊരു ചിന്ത കയറുകയാണ്. എൻ്റെ കുട്ടിയെ ഒന്നിങ്ങനെ ഡാൻസ് പഠിപ്പിച്ചാൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചാലോ. അവിടെ വന്നാൽ സന്തോഷത്തിനൊരു കുറവുണ്ടാവുക. ആരെയപ്പം കിട്ടുക? എത്ര ക്ലാസ് വരും ഒരാഴ്ചയിൽ? എങ്ങനെ കൊണ്ടേയാക്കും? എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? എത്ര ഫീസ് കൊടുക്കേണ്ടി വരും? തൻ്റെ കുട്ടി അത് പഠിക്കുമോ? കേമത്തിയാവുമോ? എത്ര ചിന്തയിപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം മനസ്സിലെന്താണ് ഉണ്ടാവുന്നത്? സന്തോഷമല്ല, ടെൻഷനാണ് ഉണ്ടാവണം. ഉണ്ടോ? ആദ്യം കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ടായി, മനസ്സിന് സന്തോഷമാണ് ഉണ്ടായത്. അഹം പ്ലസ് ചേർത്തപ്പോൾ അല്ലേ? പഞ്ചസാരയും ചായയിലിടണ പോലെയാണത്. എപ്പോൾ അതൊരു സ്പൂണ് ചേർത്തുവോ തുടങ്ങി പ്രശ്നം. പിന്നെ മറ്റൊരു കുട്ടിയുടെ ഡാൻസ് നന്നായി എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ലയോ? തൻ്റെ കുട്ടിയുടെ ഡാൻസ് നന്നായി എന്ന് പറഞ്ഞാൽ സന്തോഷം. വേറൊരു കുട്ടിയുടെ ഡാൻസ് വേറെ എന്നൊക്കെ തോന്നിയില്ല കേട്ടോ എന്ന് പറയും. കാരണം തൻ്റെ കുട്ടിയെ കേമാവാൻ പാടൂ. അപ്പം ഞാൻ എന്ന പഞ്ചസാര അല്ലെങ്കിൽ ഞാൻ എന്ന കാപ്പിപ്പൊടി അതിൽ ചേർത്തപ്പോൾ എന്തായി? അവിടെ പ്രശ്നം തുടങ്ങി. മനസ്സുകൊണ്ട് ആസ്വദിക്കുമ്പോൾ സുഖം. അഹങ്കാരം തൻ്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് വന്നപ്പോൾ അവിടെ പ്രശ്നം. എങ്ങനെ പഠിപ്പിക്കും? കുട്ടി പഠിക്കുമോ? എന്ത് ഫീസ് കൊടുക്കണം? ആ ചരിത്രങ്ങൾ. അവിടെ അഹമാണ്. ഞാൻ വന്നപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? ശരിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായത് അല്ലേ? ഇതിലാണ് അഹങ്കാരം എന്ന് മനസ്സിലാക്കാനപ്പോൾ പറഞ്ഞ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലാത്ത വിധത്തിൽ ആസ്വദിക്കുമ്പോഴും അഹം ചേർത്തിട്ടുള്ള ആസ്വദിക്കലും തമ്മിലുള്ള വ്യത്യാസം. അഹം ചേരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവണം അല്ലേ? കുട്ടിയെ പഠിപ്പിക്കണം എന്ന് വരുമ്പോൾ അല്ലാണ്ട് കാണുമ്പോൾ സുഖം കിട്ടണം.
ആ ഡാൻസ് മാത്രം ഇങ്ങനെ കാണുകയാണ്, സുഖമായിരിക്കും. അഹം ചേർക്കുമ്പോൾ പോയി, അതിൻ്റെ സുഖം പോയി അല്ലേ. ഇനി നാലാമത്തെയാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ളൊരു സംശയം നിശ്ചയിച്ചുറപ്പിക്കാനാണ് ബുദ്ധി. പോകണോ അപ്പോൾ അവിടേക്ക് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്, വേണ്ട. അപ്പോൾ എവിടെയാണ് സംശയം വന്നത്? മനസ്സിൽ. എന്തുകൊണ്ടാണ് പോകണ്ടെന്ന് ഉറപ്പിച്ച്? ബുദ്ധിയുണ്ട്. അതുപോലെ പോവാം, എന്തായാലും പോവാം, ക്ഷണിച്ചതല്ലേ, നാളെ ഇനിയിപ്പോൾ അവർ നമുക്കും വേണ്ടതാണ്, പോവാം എന്ന തീരുമാനം എടുത്തത് എവിടെ നിന്നാണ്? ബുദ്ധിയിൽ നിന്ന്. വേണോ സംശയിച്ചത് മനസ്സിൽ. അപ്പോൾ ബുദ്ധിയാണ് നമ്മുടെ സംശയത്തിനെ നിശ്ചയിക്കുന്നത്. സംശയത്തെ നിശ്ചയിക്കുന്നത് ഏതോ അത് ബുദ്ധി. ഇത് 4 മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞത്. ഒന്ന് ചിത്തം, യാതൊരു ഇളക്കവും ഇല്ലാത്ത അവസ്ഥ ചിത്തം. കാണുന്നില്ല, കേൾക്കണമില്ല, നല്ലതോ ചീത്ത ഒന്നുമില്ല, ചിത്തത്തിലൊന്നുമില്ല. സുഖമായിട്ട് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ മനസ്സായി. എന്താ ഡാൻസ് അല്ലേ, കാണേണ്ട മട്ട എന്ന് വിചാരിക്കുമ്പോൾ മനസ്സായി. അത് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കണം, എനിക്ക് കേമത്തരം കിട്ടണം എൻ്റെ കുട്ടിക്ക് എന്ന് വരുമ്പോൾ അഹങ്കാരം, അസ്വസ്ഥത വന്നു. സ്വസ്ഥതയാണ് വരുന്നത്. വെറുതെ കാണുമ്പോൾ സുഖം ഉണ്ടാവും, എൻ്റേത് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. ബുദ്ധിയാകട്ടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളെ നിശ്ചയിച്ചുറപ്പിക്കുന്നു. ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബുദ്ധി. ഈ 4 വിരാട് പുരുഷന് നമ്മുടെ ശരീരത്തിലെന്ന പോലെ ഉണ്ട്. വിരാട് പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ മനസ്സാണ് ചന്ദ്രൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോന്നും വിരാട് പുരുഷനെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. മനസ്സാണ് ചന്ദ്രനായിട്ട് വരിക, അഹങ്കാരം എന്ന് പറഞ്ഞാൽ രുദ്രൻ ആണ് വരിക. അങ്ങനെ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകളായിട്ട് വിരാട് പുരുഷനെ ഈ 4നും ഓരോന്നാക്കിയിട്ട് സങ്കല്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പം മനസ്സിൻ്റെ 4 സെക്ഷൻസ് എന്ന് പറയാവുന്ന അന്ധക്കരണം, ഇതിനെ പൊതുവെ ഒറ്റ പേരുകൊണ്ട് പറയലാണ് അന്ധക്കരണം. 4 ഭാഗിക്കാം. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇനി പറഞ്ഞു അത് 3 അഹങ്കാരം പിരിഞ്ഞിട്ടാണ് സാത്വികൻ, രാജസം, താമസം. അതിലത്തെ സാത്വികത്തിൽ നിന്നാണ് നമ്മൾ ഈ മനസ്സ് മുതലായിട്ടത് ഉണ്ടായത്. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ചുരുക്കിയിട്ടേ പറയുള്ളൂ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 തന്മാത്രകളിൽ നിന്നാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവ ഉണ്ടായത്. 5 തന്മാത്രകളിൽ നിന്ന്, സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് 5 സ്ഥൂലഭൂതങ്ങളുണ്ടായി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയെ സ്ഥൂലഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശം ഉണ്ടായി, സ്പർശത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് രസവും, രസത്തിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് ഭൂമിയുമാണ് ഉണ്ടായത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതാണ് ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ഒരു ശബ്ദത്തിൽ നിന്ന് അടുത്ത ഭൂതം ഉണ്ടായി, അതിൽ നിന്ന് പിന്നത്തെ സൂക്ഷ്മഭൂതം, അതിൽ നിന്ന് പിന്നത്തെ സ്ഥൂലഭൂത ക്രമത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടു എന്നൊക്കെ പറയുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ വിരാട് പുരുഷന് ശബ്ദം കേൾക്കാൻ ഒരു ഉപകരണം ആവശ്യം വന്നു, ചെവി. ഏതാണ് വിരാട് പുരുഷൻ്റെ ചെവി? ദിഗ്ദേവതകളാണ് ചെവി. വിരാട് പുരുഷന് സ്പർശം അറിയാൻ ത്വക്ക് വേണ്ടി വന്നു. പ്രചേതസ്തുകൾ എന്ന ദേവതകളാണ് വിരാട് പുരുഷൻ്റെ ത്വക്ക്. വിരാട് പുരുഷന് രൂപം കാണാൻ കണ്ണു വേണ്ടി വന്നു. അപ്പോഴാണ് സൂര്യചന്ദ്രന്മാരുണ്ടായത്. വിരാട് പുരുഷന് രസം അറിയാൻ വേണ്ടി നാവ് വേണ്ടി വന്നു. വരുണദേവനാണ് വിരാട് പുരുഷൻ്റെ നാവ്. നമ്മുടെ ഈ സ്റ്റാമ്പ് ബേർഡാണ് അത്രയേ ഉള്ളൂ. വിരാട് പുരുഷൻ്റെ വരുണനാത്രേ നാവ്. ഗന്ധം അറിയാൻ വേണ്ടിയിട്ടോ വിരാട് പുരുഷന് മൂക്ക് വേണ്ടി വന്നു. അങ്ങനെ അശ്വിനി ദേവതകൾ മൂക്കായിട്ടും വന്നു. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന സൂക്ഷ്മഭൂതങ്ങളിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന്, അതിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം എന്ന ക്രമത്തിൽ ഉണ്ടായി. അങ്ങനെ വിരാട് പുരുഷന് നടക്കണം എന്ന് തോന്നിയപ്പോൾ കാലുണ്ടായി. ഏതാ കാല്? ഇന്ദ്രൻ. വിരാട് പുരുഷന് പ്രവർത്തിക്കണം എന്ന് തോന്നിയപ്പോൾ കൈ ഉണ്ടായി. വിരാട് പുരുഷൻ്റെ കൈ ഉപേന്ദ്രൻ. വിരാട് പുരുഷന് സംസാരിക്കണം എന്ന് തോന്നിയപ്പോൾ വാക്കിന്ദ്രിയം ഉണ്ടായി. വാക്കിനെ ഒരു ഇന്ദ്രിയമായിട്ടാണ് പറയുക. കണ്ഠം മുതൽക്ക് ചുണ്ട് വരെ വ്യാപിച്ച് കിടക്കണം, കാണാൻ പറ്റാത്ത അവയവ അത്രേ വാക്ക്. കാണാൻ പറ്റില്ല. താ എന്ന് പറയണച്ചാൽ നാവ് വേണം, പാ എന്ന് പറയണച്ചാൽ ചുണ്ട് വേണം, ഇല്ലേ? ങാ എന്ന് പറയണച്ചാൽ മൂക്ക് വേണം. അപ്പോൾ അതുവരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അദൃശ്യ ഇന്ദ്രിയത്തെ നമ്മൾ വാഗിന്ദ്രിയം എന്ന് പറയും. വിസർജന ഇന്ദ്രിയങ്ങൾ 2 ആ വക കാര്യങ്ങൾക്കും വേണ്ടി വന്നു.
ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും വിരാട് പുരുഷനുണ്ടായി. യമൻ മുതലായിട്ടതൊക്കെയാണ് വിരാട് പുരുഷൻ്റെ വിസർജനേന്ദ്രിയമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത്. ഓരോന്നും വിരാട് പുരുഷനെ സംബന്ധിച്ച് വേറെയാണ്, നമ്മുടെ ശരീരം പോലെയല്ല. അങ്ങനെ 10 2 ഇന്ദ്രിയങ്ങളും കൂടിയിട്ട് 10, 5+5 ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം മുതലായിട്ടുള്ളത്. പിന്നെ പഞ്ചഭൂതങ്ങൾ, സജ്ജസ്പർശ രൂപരസ ഗന്ധങ്ങളും. ഇത് വിരാട് പുരുഷനുണ്ടായി എന്ന് പറയാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ചിത്തത്തിൽ നിന്നാണ് തുടക്കം, വിളക്കമില്ലാത്തൊരു ചിത്തം. അതിലെന്തെങ്കിലുമൊക്കെ ചിന്ത വരുമ്പോൾ മനസ്സ്, അത് ബുദ്ധി സംശയിച്ച് നിശ്ചയിക്കാനായിക്കൊണ്ട് ബുദ്ധി, ഞാൻ എന്ന് വരുമ്പോൾ അഹങ്കാരം. പിന്നെ പഞ്ചഭൂതങ്ങളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇത് സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയും. ഇതിനെ സൂക്ഷ്മഭൂതങ്ങൾ. അതിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുണ്ടായി, 10 ഇന്ദ്രിയങ്ങളും ഉണ്ടായി. ഇപ്പം തത്വം നമ്മളൊന്ന് എണ്ണം കണക്കാക്കി നോക്കുക വെച്ചാൽ ആകെ എത്ര എണ്ണം ഉണ്ടായി? ആദ്യം പറഞ്ഞു ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ചിത്തം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം കൂടിയിട്ട് 4 അല്ലേ? 4. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5. ഭൂമി, വെള്ളം, വായു, ആകാശം എന്നിട്ട് 5. ജ്ഞാനേന്ദ്രിയങ്ങൾ 5. കർമ്മേന്ദ്രിയങ്ങൾ 5. 5 എന്ന് പറഞ്ഞത് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. 4, 5, 20. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി 5. കർമ്മേന്ദ്രിയങ്ങൾ 5. ജ്ഞാനേന്ദ്രിയങ്ങൾ 5. ഇത് 4ഉം 5 വീതമാകുമ്പോൾ 20. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം കൂടി 4, 24. ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. ഈ 24 തത്വങ്ങളാണ് വിരാട് പുരുഷൻ്റെ ശരീരത്തിലുള്ളത്, നമ്മുടെ ശരീരത്തിലും ഉള്ളത്. രണ്ടും ഒരേപോലെയാണ്, പക്ഷെ ഒന്ന് വളരെ വലുതാണ്, 14 ലോകം വ്യാപിച്ചതാണ്. നമ്മുടെ 6 അടി മാത്രം വലിപ്പമുള്ളതാണ്, വ്യത്യാസമേ ഉള്ളൂ. 24 തത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിനാണ് പഞ്ചഭി ബ്രഹ്മ ചതുർഭി ദശഭി തഥാ ഏതച്ചതുർവിംശതികം ഗണം പ്രാധാനികം വിധു എന്ന് പറഞ്ഞത്. കപില വാസുദേവൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് 24 തത്വം. ചിത്തത്തിനാണ് തുടക്കം എന്നർത്ഥം. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇവ ഒരു 4 എണ്ണം ഉണ്ട്, പിന്നെ ഒരു 20 എണ്ണവും. 20+4 24. അപ്പോൾ ഈ 24 തത്വങ്ങളുടെ പ്രതിപാദനമാണ് ഭഗവാൻ ഇവിടെ ഇപ്പോൾ ചെയ്തത്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ നിന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തു നിന്ന് സ്പർശം എന്ന ക്രമത്തിൽ സൂക്ഷ്മഭൂതങ്ങൾ 5ഉം പഞ്ചഭൂതങ്ങൾ 5ഉം 10 ഇന്ദ്രിയങ്ങളും. ഇപ്പോൾ എത്രയും 10ഉം 10, 20ഉം 24. പക്ഷേ ഈ 24 എണ്ണം കൂടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടന്നാൽ ഇളക്കണ്ടാവുമോ? ഇല്ല. എപ്പോൾ ഹൃദയത്തിൽ ആത്മാവ് അനുപ്രവേശം ചെയ്തുവോ അപ്പോൾ വിരാട് പുരുഷൻ ചലിക്കാൻ തുടങ്ങി, ഭൂമി തിരിയാൻ തുടങ്ങി, സൂര്യൻ ഉദിക്കാൻ തുടങ്ങി, ദിനരാത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, ഇല്ലേ? കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി, സമുദ്രത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ തുടങ്ങി. തിരമാലയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങോട്ട് അടിച്ചു കയറണമൊന്നുമില്ല. അപ്പം അതാതിൻ്റെ സ്ഥാനത്ത് നിന്ന് വായു വീശാനും അതുപോലെ തന്നെ ഭൂമി തിരിയാനും അഗ്നിക്ക് അഗ്നിയുടെ ചൂട് മുതലായ ഗുണങ്ങളോട് കൂടിയിട്ട് സൂര്യൻ ഉദിക്കാനും അസ്തമിക്കാനും എല്ലാം ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ പരമാത്മാവ് ഇതിൻ്റെ ഉള്ളിൽ അനുപ്രവേശം ചെയ്തപ്പോഴാണ് ഉണ്ടായത് എന്ന്. 24 തത്വങ്ങൾക്ക് പുറമേ 25ാമത്തെയാണ് ആത്മാവ്. അമ്മേ, ആ ആത്മാവിനെയാണ് കേട്ടോ അറിയേണ്ടത്. ആ ആത്മാവിനെ അറിയാനാണ് ഇപ്പോൾ 24 എണ്ണം പറഞ്ഞത്. 25ാമത്തെയാണ് ആത്മാവ്. അതാ ആദ്യമായിട്ട് പറഞ്ഞ പോരെ. ഇത്രയും വളച്ചുകെട്ട് വേണോ? വളച്ചുകെട്ട് എന്തിനാ പറഞ്ഞത് അറിയോ? അത് രസമാണ്. ആത്മാവിനെ ആർക്കും പറയാനും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ആശ്ചര്യവത് പശ്ചതി കശ്ചിതേനം ആശ്ചര്യവത് പതിത് തദൈവ ജാന്യ. ചിലർ അത്ഭുതമായിട്ട് പറയണു, ചിലർ അത്ഭുതമായിട്ട് കേൾക്കണു. കണ്ടാലും കേട്ടാലും ഒന്നും ആത്മാവിനെ അറിയാൻ പറ്റില്ല. പറ്റുമോ? ആത്മാവ് നീണ്ടതാണ്, ആത്മാവ് ഉരുണ്ടതാണ്, ആത്മാവ് വെളുത്തതാണ്, ആത്മാവ് കറുത്തതാണെന്നൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആത്മാവ് എങ്ങനെയാണെന്ന് ആരെ ശരിക്കും അറിഞ്ഞവർക്കല്ലേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ആത്മാവ് അല്ലാത്തതിനെ ഒക്കെയുണ്ട് വർണ്ണിച്ചു. അതാണ് 24 തത്വം. എന്നിട്ട് ഇതല്ലാത്തതായിട്ടൊന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഇതിനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തോ അതാണ് ആത്മാവ്. ഇപ്പോൾ ആത്മാവിനെ മനസ്സിലായില്ലേ? എന്തേ മനസ്സിലായി? 24 അല്ലാത്ത ഒന്നാണ് ആത്മാവ്. അതിന് വേണ്ടിയിട്ടാണ് 24 എണ്ണത്തിനെ പറഞ്ഞത്. കണ്ണല്ല, മൂക്കല്ല, തൊക്കല്ല, കാലല്ല, കയ്യല്ല, ഇതൊന്നും അല്ല. ഒന്നുമല്ലാതെ ഒന്നുണ്ട്, ഇല്ലേ? അത് ഇറങ്ങി ശരീരത്തിൽ നിന്ന് പോയാലോ പിന്നെ അതിനൊന്നും പ്രവർത്തന ശക്തിയില്ല. അപ്പോൾ അതല്ലാത്ത ഒന്നുണ്ട് എന്ന് ഉറപ്പല്ലേ? അതിനെ ബോധിപ്പിക്കാനാണ് 24 എണ്ണം വളച്ച് കെട്ടി പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റൂ.
ആത്മാവിനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആത്മാവ് അല്ലാത്തതിനെയൊക്കെ ഉണ്ട് വർണ്ണിച്ചു. സംഖ്യ ഇട്ട് 24 തത്വങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ 5 പ്ലസ് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം 24. അത് പറഞ്ഞ് പഠിച്ചാൽ നമുക്കത് എപ്പോഴും ചോദിച്ചാലും പറയാൻ സാധിക്കണം. 25ാമത്തെ എന്തോ അതാണ് ആത്മാവ്. അതാണ് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്മയെ ആത്മാവ്. 24 തത്വം പ്ലസ് 1 25ാമത്തെ ആത്മാവ്. അത് പരമാത്മാവായിട്ടും ജീവാത്മാവായിട്ടും രണ്ടായിട്ട് പറയും ചിലപ്പോഴൊക്കെ. അപ്പോൾ 26 വരും. ഒന്നായിട്ട് പറയുമ്പോൾ 25 വരും. ഒന്നായിട്ട് പറഞ്ഞാൽ മതി. അതാണ് 25. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും എന്ന് 2 ഭാവമുണ്ട്. ജീവാത്മാവിനും പരമാത്മാവിനും ഒരു ഭാവമല്ല ഉള്ളൂ. എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവ്. ഒരു ജീവരൂപത്തിൽ വരുമ്പോൾ ജീവാത്മാവ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, എന്താണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം? ചിലർ പറയുന്നു അത് ഒന്ന് തന്നെയാണ്, ഞാനും ഈശ്വരനും ഒന്നാണ്. പിന്നെ എന്തിനാണ് 2 പേരിട്ടത്? 2 കുട്ടിക്ക് 2 പേരല്ലേ ഉണ്ടാവുക? ഒന്ന് ജ്യോതിശ്രീ അച്ഛാ, ഒന്ന് കമല. 2 കുട്ടിയിലെ അച്ഛാ 2 പേരുണ്ടാവുമോ? അപ്പോൾ അതെന്താണ് ജീവാത്മാവും പരമാത്മാവും, അതിൻ്റെ ആ ഒരു തത്വം എന്ന് ചോദിക്കുന്നു. അതിനുത്തരമാണ് അടുത്ത അധ്യായം. ജീവാത്മാവും പരമാത്മാവിലേക്ക് എത്തി, അത് തമ്മിലുള്ള വ്യത്യാസമാണ് എത്താനാണ് ബാക്കിയൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? വിരാട് പുരുഷൻ 14 ലോകങ്ങൾ അടങ്ങിയതാണ്. നമ്മുടെ ശരീരം ഈ 6 അടി മാത്രം വരുന്നതാണ്. പക്ഷെ രണ്ടിൻ്റെയും രൂപം, ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയും, രണ്ടിൻ്റെയും ആ ഒരു ഘടന ഒന്ന് തന്നെയാണ്. ജീവാത്മാവും പരമാത്മാവും ഒരേ ഘടന, ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആത്മാവല്ലാത്തതിനെയൊക്കെയാണ് വർണ്ണിച്ചു. ഇതല്ലാതെയായിട്ട് എന്തുണ്ടോ അതാണ് അമ്മേ ആത്മാവ്. അതിനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ വർണ്ണിച്ച് അതല്ലാതെ ഇവിടെ എന്തുണ്ടോ അത് എന്ന് പറയേ നിവൃത്തിയുള്ളൂ. ചുവന്ന നിറത്തിനെ ഒരാൾക്ക് പറയാൻ അറിയില്ല, കണ്ടാൽ അറിയാം. ഇന്നലെ ഞാൻ കണ്ട ബോൾ ചുവപ്പാണ് എന്ന് കണ്ടാൽ അറിയാം. എന്താണ് ചുവപ്പ് എന്ന് അറിയില്ല ഒരാൾക്ക്, വിചാരിക്കുക, പറയാൻ അറിയില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നീല ബോളുകൾ, ഇതാണോ കണ്ടത്? അല്ല. പച്ച കാണിച്ചു കൊടുത്തു, ഇതാണോ? അല്ല. മഞ്ഞ കാണിച്ചു കൊടുത്തു, ഇതാണോ? അല്ല. എന്ത് ചോദിച്ചാലും അല്ലാന്നേ പറയുള്ളൂ. പിന്നെ നീ ചുവപ്പന്നെ ബാക്കിയുള്ളൂ. അപ്പം അതല്ലേ? അതന്നെ, ഇതാണെന്ന് ഉറപ്പായി. ചോദിക്കുന്ന ആൾക്ക് അയാൾ പറയണതിൻ്റെ മുമ്പ് തന്നെ ഉറപ്പിച്ചു. കാരണം 6 കളറും കഴിഞ്ഞു, ഇനി ഏത് കളറേ ഉള്ളൂ? നീ ചുവന്ന കളറേ ഉള്ളൂ. അപ്പം ചുവപ്പന്നെ തന്നെയല്ലേ? അതെ. ഇതേപോലെ ആത്മാവിനെ വർണ്ണിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മാവല്ലാത്തതിനെയൊക്കെയുണ്ട് വർണ്ണിച്ചു. പക്ഷെ അല്ലാത്തതായിട്ടൊന്നുണ്ട് എന്നുറപ്പിച്ച് ആത്മാവിലേക്ക് എത്തി. ആ ആത്മാവും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് അടുത്ത ഒരു ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.